ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് കീ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് അസിമെട്രിക് എൻക്രിപ്ഷൻ ആണ് ഇനി അടുത്ത് പറയുന്നത്. നമുക്കറിയാം അസിമെട്രിക് എൻക്രിപ്ഷനൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണല്ലേ. അപ്പോൾ പബ്ലിക് കീ എൻക്രിപ്ഷനിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കീ ഡിസ്ട്രിബ്യൂഷനാണ്. കീ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ദർ ആർ ആക്ച്വലി ടു ഡിസ്റ്റിൻറ്റ് ആസ്പെക്ട്സ് ടു യൂസ് ഓഫ് പബ്ലിക് കീ എൻക്രിപ്ഷൻ. അപ്പോൾ പബ്ലിക് കീ എൻക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതിന് രണ്ട് ആസ്പെക്റ്റുകളാണ് ഇപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് കീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ മറ്റൊന്നെന്ന് പറയുന്നത് ദി യൂസ് ഓഫ് പബ്ലിക് കീ എൻക്രിപ്ഷൻ ടു ഡിസ്ട്രിബ്യൂട്ട് സീക്രട്ട് കീസ്. ഈ പബ്ലിക് കീ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സീക്രട്ട് കീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും മറ്റൊരു റിഗാർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പോൾ നോക്കാം. ഇഫ് ദർ ഈസ് സം ബ്രോഡ്ലി ആക്സെപ്റ്റഡ് പബ്ലിക് കീ അൽഗോരിതം സച്ച് ആസ് RSA, any participant can send his or her private key to any other participant or broadcast the key to the community at large. അപ്പോൾ ഒരു ടീമിന് ഇപ്പോൾ പബ്ലിക് കീ അൽഗോരിതം കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് RSA അൽഗോരിതം. അപ്പോൾ അങ്ങനത്തെ അൽഗോരിതംസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പാർട്ടിസിപ്പൻറ്റിനെ മറ്റൊരു പാർട്ടിസിപ്പൻറ്റിനെ അയാളെ പ്രൈവറ്റ് കീ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബ്രോഡ്കാസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഒരു ടോട്ടൽ ഒരുപാട് ഒരു കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്ത് ചെയ്യാം, ആ ഒരു പ്രൈവറ്റ് കീ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻറ്റിന് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും ഇങ്ങനത്തെ ഒരു അൽഗോരിതം വെച്ചിട്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടെ ഫോർഗറി നടക്കാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഫോർഗറി എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഇല്ലീഗൽ കോപ്പി ഓഫ് സംതിങ്. അതായത് നമ്മളതിൻ്റെ തന്നെ സെയിം ഒരു കോപ്പി എന്ത് ചെയ്യാം, വേറെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. അപ്പോൾ സെയിം സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുക, അതിനെയാണ് ഫോർഗറി എന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീക്ക്നെസ് ഉണ്ട് അതിൽ, ഇങ്ങനത്തെ പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ചില യൂസേഴ്സ് നമ്മളാണ് എന്നുള്ളത് വരുത്തി തീർത്തിട്ട് എന്ത് ചെയ്യും, അവർ മറ്റേ ആളുടെ ഇപ്പോൾ ബോബിൻ്റെ കീ ആയിട്ട് എന്ത് ചെയ്യും, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പിന്നീട് ഇൻഫർമേഷൻസും ഡാറ്റാസൊക്കെ ഷെയർ ചെയ്യുന്നത് ഒപ്പോണൻറ്റുമായിട്ടാണ്, അല്ലാതെ ബോബുമായിട്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ യൂസർ അല്ലെങ്കിൽ ഇപ്പോൾ ബോബ് എപ്പോഴാണോ ഇങ്ങനെ ഒരു ഫോർഗറി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, അപ്പോൾ ഇതിന് ശേഷം മാത്രമേ ബോബ് എന്ത് ചെയ്യുള്ളൂ, മറ്റുള്ള പാർട്ടിസിപ്പൻറ്റിന് അലേർട്ട് കൊടുക്കുള്ളൂ. പിന്നെ അതിൻ്റെ ചേഞ്ചസ് എന്താ വേണ്ടതൊക്കെ വരുത്തുള്ളൂ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും, ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒപ്പോണൻറ്റുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ട് വന്നതാണ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. എ സർട്ടിഫിക്കറ്റ് കൺസിസ്റ്റ് ഓഫ് എ പബ്ലിക് കീ പ്ലസ് എ യൂസർ ID ഓഫ് ദ കീ ഓണർ. അപ്പോൾ കീൻ്റെ ഓണറുടെ പബ്ലിക് കീയും പ്ലസ് യൂസർ IDയും കൂടെ ഏതിലുണ്ടാവും, സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അതിലെന്താണ്, ഈ യൂസർ IDയും അതേപോലെ ഈ പബ്ലിക് കീയും രണ്ടും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ട്രസ്റ്റഡ് തേർഡ് പാർട്ടി സൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ട്രസ്റ്റഡ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കും. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പബ്ലിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അവർ, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസി തന്നെ എന്താണ് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ പറയുന്ന പേരാണ് സർട്ടിഫിക്കറ്റ് അതോറിറ്റി. അതായത് ഈ സർട്ടിഫിക്കറ്റ് ഓതറൈസ്ഡ് ആയിട്ട് യൂസേഴ്സിന് കൊടുക്കുന്ന ആളുകളാണ് ആര്, സർട്ടിഫിക്കറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ അല്ലേടാ, അതാണ് ഈ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വില്ലേജ് ഓഫീസിലൊന്നും ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അക്ഷയയിൽ കൂടെ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളെ ഓഫീസർ സൈനൊക്കെ വരുന്നത്. അതെന്താണ്, അതൊരു ഗവൺമെൻറ് ഏജൻസി അയാൾക്ക് കൊടുത്തിട്ടുള്ള അയാളെ സിഗ്നേച്ചർ പ്ലസ് അയാളത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇതാണ്, ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യില്ല, അത് വേറൊരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ആക്സസ് ചെയ്യാൻ കഴിയില്ല. അത് ആ ഓഫീസർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള യൂസേഴ്സിന് എന്ത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ യൂസർ ക്യാൻ പ്രസൻറ്റ് ഹിസ് ഓർ ഹെർ പബ്ലിക് കീ ടു ദ അതോറിറ്റി ഇൻ എ സെക്യൂർ മാനർ ആൻഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഒരു യൂസർക്ക് അയാളുടെ പബ്ലിക് കീ എന്ത് ചെയ്യാം, അപ്പോൾ ഒരു സെക്യൂർ ആയിട്ടുള്ള മാനറിൽ എന്ത് ചെയ്യാം,
പ്രസൻറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റും. ദ യൂസർ ക്യാൻ ദെൻ പബ്ലിഷ് ദ സർട്ടിഫിക്കറ്റ്. അതിന് ശേഷം എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം യൂസർക്ക് ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. എനിവൺ നീഡിങ് ദിസ് യൂസേഴ്സ് പബ്ലിക് ക്യാൻ ഒബ്റ്റെയിൻ ദ സർട്ടിഫിക്കറ്റ് ആൻഡ് വെരിഫൈ ദാറ്റ് ഇറ്റ് ഈസ് വാലിഡ് ബൈ ദ വേ ഓഫ് അറ്റാച്ച്ഡ് ട്രസ്റ്റഡ് സിഗ്നേച്ചർ. അപ്പോൾ ആർക്കാണോ ഇയാളുടെ ഈ ഒരു യൂസറുടെ പബ്ലിക് ആവശ്യമുള്ളത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർട്ടിഫിക്കറ്റ് ആക്സസ് ചെയ്തിട്ട് ഇയാളുടെ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട് കേട്ടോ, അത് വരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡയഗ്രാം നോക്കുക. ഡയഗ്രാം നോക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റത്തേത് എന്ന് പറഞ്ഞത് അൺസൈൻഡ് സർട്ടിഫിക്കറ്റാണ്. അതിലൊന്നും സൈനും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് യൂസർ ഐ ഡിയും യൂസേഴ്സിൻ്റെ പബ്ലിക് കീയും മാത്രമേ ഉള്ളൂ. പബ്ലിക് കീ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കീ ആയിരിക്കും. അപ്പോൾ യൂസറിൻ്റെ പബ്ലിക് കീയും യൂസർ ഐ ഡിയും ഉള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ട്രസ്റ്റഡ് പാർട്ടി എന്ത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ഹാഷ് കോഡ് അപ്ലൈ ചെയ്യും. ഹാഷ് കോഡ് അറിയാലോ, നമുക്കറിയാലോ, ജനറേറ്റ് ഹാഷ് കോഡ് ഓഫ് അൺസൈൻഡ് സർട്ടിഫിക്കറ്റ്. ഈ അൺസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റിന്, അതായത് സൈൻ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഉള്ളത്, അതിലേക്ക് എന്ത് ചെയ്യും, ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യും. ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് വരുന്ന ഔട്ട്പുട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ഹാഷ് കോഡ് വിത്ത് സർട്ടിഫിക്കറ്റ് അതോറിറ്റീസ് പ്രൈവറ്റ് കീ ടു ഫോം സിഗ്നേച്ചർ. അപ്പോൾ ഈ എന്നുള്ളത് കാണിച്ചത് എൻക്രിപ്ഷൻ ആണ് നടക്കുന്നത്. ഈ ഹാഷ് കോഡുമായിട്ട് ജനറേറ്റ് ചെയ്ത ഈ സർട്ടിഫിക്കറ്റിലേക്ക് സർട്ടിഫിക്കറ്റ് അതോറിറ്റി എന്ത് ചെയ്യും, പ്രൈവറ്റ് കീയും കൂടെ ചേർത്തിയിട്ട് CS-ൻ്റെ പ്രൈവറ്റ് കീയും കൂടെ ചേർത്തിയിട്ട് എന്ത് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യും. ആ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതാണ് അവിടെ കീ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. പിന്നെ യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തായി, സൈൻഡ് സർട്ടിഫിക്കറ്റായി. ആ സൈൻഡ് സർട്ടിഫിക്കറ്റ് ഏത് യൂസർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്താൽ സൈൻഡ് സർട്ടിഫിക്കറ്റാണ് പിന്നെ ഈ തലക്ക് കാണിച്ചിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ്. റെസിപ്പിയൻ ക്യാൻ വെരിഫൈ സിഗ്നേച്ചർ യൂസിങ് CS പബ്ലിക് കീ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, സർട്ടിഫിക്കറ്റ് ലോക്ക് ചെയ്തിട്ടുള്ളത്, സൈൻ ചെയ്തിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അതോറിറ്റിയുടെ പബ്ലിക് കീ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ പബ്ലിക് കീ ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റ് ആക്സസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റ് ആക്സസ് ചെയ്യാം. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീക്രട്ട് കീസ് ആണ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വേറൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സീക്രട്ട് കീ സെക്യൂർ ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോബിൻ്റെയും ആലീസിൻ്റെയും കാര്യം പറയുന്നുണ്ട്. അത് വെച്ചിട്ട് പറയുമ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ബോബിനെ ആലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു ഇമെയിൽ എന്ത് ചെയ്യണം, സെക്യൂർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബോബ് യൂസ് ചെയ്യുന്നത് കൺവെൻഷണൽ എൻക്രിപ്ഷൻ ആണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ കൺവെൻഷണൽ എൻക്രിപ്ഷൻ ബോബ് യൂസ് ചെയ്യുമ്പോൾ ബോബിൻ്റെ കറസ്പോണ്ടൻറ്റ്, അതായത് ആലിസ്, മസ്റ്റ് കം അപ്പ് വിത്ത് എ വേ ടു ഷെയർ എ യുണീക്ക് സീക്രട്ട് കീ ദാറ്റ് നോ വൺ എൽസ് നോസ്. അതായത് ബോബും ആലീസും തമ്മിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സീക്രട്ട് കീ ഷെയർ ചെയ്യണം, മറ്റാർക്കും അറിയാത്ത, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ പറ്റുള്ളൂ. അപ്പോൾ നോക്കുക, ഈ ബോബ് ആലീസിൻ്റെ തൊട്ടപ്പുറത്ത് റൂമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എന്ത് ചെയ്യാം, ഈ യുണീക്ക് കീ എന്ത് ചെയ്യാം, അത് ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്കിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബോബിന് ആലീസിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ആലീസ് അങ്ങനല്ല. ആലീസ് വേറൊരു കോണ്ടിനെൻറ്റിലോ വേറൊരു വേൾഡ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു കോണ്ടിനെൻറ്റിലോ അല്ലെങ്കിൽ വേറൊരു വേൾഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോബ് എന്ത് ചെയ്യേണ്ടി വരും, അത് ഈ പറഞ്ഞ ഈ മെത്തേഡിൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ബോബ് കുഡ് എൻക്രിപ്റ്റ് ദിസ് കീ യൂസിങ് കൺവെൻഷണൽ എൻക്രിപ്ഷൻ. അപ്പോൾ ബോബ് എന്ത് ചെയ്യണം, ഈ കീനെ കൺവെൻഷണൽ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യണം ആൻഡ് ഇമെയിൽ ഇറ്റ് ടു ആലീസ്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ആലീസിന് ഇമെയിൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ബോബ് ആൻഡ് ആലീസ് മസ്റ്റ് ഷെയർ എ സീക്രട്ട് കീ ടു എൻക്രിപ്റ്റ് ദിസ് ന്യൂ സീക്രട്ട് കീ. അപ്പോൾ ഈ പുതിയ സീക്രട്ട് കീ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, അവർ തമ്മിൽ ഒരു സീക്രട്ട് കീ ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ ഈ അങ്ങനെ ഒരു ഷെയറിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സീക്രട്ട് കീ ഒപ്പോണൻ്റ് ചിലപ്പോൾ ആക്സസ് ചെയ്താലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, വേറൊരു സീക്രട്ട് കീ അവർ തമ്മിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ബോബ് ആൻഡ് എവ്രി വൺ എൽസ് ഹു യൂസസ് ദിസ് ന്യൂ ഇമെയിൽ പാക്കേജ് ഫേസസ് ദ സെയിം പ്രോബ്ലം വിത്ത് എവരി പൊട്ടൻഷ്യൽ കറസ്പോണ്ടൻറ്റ്. അപ്പോൾ ഈ ഒരു ഇമെയിൽ പാക്കേജ് യൂസ് ചെയ്യുന്ന
ആർക്കും എന്താണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം റേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടൻസ് മസ്റ്റ് ഷെയർ എ യുണീക്ക് സീക്രട്ട് കീ. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ഇമെയിൽ പാക്കേജ് യൂസ് ചെയ്യുന്ന ഏത് കറസ്പോണ്ടൻറ്റും എന്ത് വേണം, ഒരു സീക്രട്ട് കീ, ആദ്യം ഒരു സീക്രട്ട് കീ ഷെയർ ചെയ്യൽ, യുണീക്ക് ആയിട്ടുള്ളൊരു സീക്രട്ട് കീ ഷെയർ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച് അൽഗോരിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്, നമ്മൾ പഠിച്ചതല്ലേ മുന്നേ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് പവർഫുൾ ആയിട്ടുള്ളൊരു ആൾട്ടർനേറ്റീവാണ് എന്ത്, പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോബിന് ആലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബോബ് താഴെ പറയുന്ന 4 സ്റ്റെപ്സ് ചെയ്താൽ മതി. എന്തൊക്കെയാണ്? ആദ്യം ബോബിൻ്റെ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുക. എൻക്രിപ്റ്റ് ദാറ്റ് മെസ്സേജ് യൂസിങ് കൺവെൻഷണൽ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് ബോബിന് എന്ത് ചെയ്യാം, ആ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാം വിത്ത് എ വൺ ടൈം കൺവെൻഷണൽ സെഷൻ കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുക. അത് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എൻക്രിപ്റ്റ് ദ സെഷൻ കീ യൂസിങ് പബ്ലിക് കീ എൻക്രിപ്ഷൻ. ഈ സെഷൻ കീനെ വീണ്ടും എന്ത് ചെയ്യാം, പബ്ലിക് കീ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. ആരുടെ പബ്ലിക് കീ ആയിരിക്കണം? ആലീസിൻ്റെ പബ്ലിക് കീ ആയിരിക്കണം അല്ലേ? കാരണം ആലീസിനാണല്ലോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, എങ്കിലല്ലേ ആലീസിന് പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് അതിന് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആലീസിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് പബ്ലിക് കീ എൻക്രിപ്ഷൻ വെച്ചിട്ട് ഈ സെഷൻ കീനെ എന്ത് ചെയ്യുക, എൻക്രിപ്റ്റ് ചെയ്യുക. അറ്റാച്ച് ദ എൻക്രിപ്റ്റഡ് സെഷൻ കീ ടു ദ മെസ്സേജ്. ഈ എൻക്രിപ്റ്റ് ചെയ്ത സെഷൻ കീ മെസ്സേജിലേക്ക് അറ്റാച്ച് ചെയ്യുക. ആൻഡ് സെൻഡ് ഇറ്റ് ടു ആലീസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആലീസിന് ആ മെസ്സേജ് സെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആലീസിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് അതിനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ സെഷൻ കീ കിട്ടും, എൻക്രിപ്റ്റഡ് ആയ സെഷൻ കീ കിട്ടും. പിന്നെ അത് ആലീസിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ മതി. ഓൺലി ആലീസ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഡീക്രിപ്റ്റിംഗ് ദ സെഷൻ കീ. അതാണ്, ആലീസിന് മാത്രമേ ഈ സെഷൻ കീനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറിജിനൽ മെസ്സേജ് ആലീസിന് മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ബോബ് ഒബ്റ്റെയിൻഡ് ആലീസ് പബ്ലിക് കീ ബൈ മീൻസ് ഓഫ് ആലീസ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ദെൻ ബോബ് ഈസ് അഷ്യൂർഡ് ദാറ്റ് ഇറ്റ് ഈസ് എ വാലിഡ് കീ. അപ്പോൾ ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബോബിന് ആലീസിൻ്റെ പബ്ലിക് കീ കിട്ടണമല്ലോ. അപ്പോൾ ഈ പബ്ലിക് കീ ഒരുവിധം ആലീസിന് ആർക്കൊക്കെയാണോ ആലീസിൻ്റെ പബ്ലിക് കീ അറിയേണ്ടത് എന്നുള്ളവർക്കൊക്കെ ആലീസിന് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ ആലീസിന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആലീസിന് എന്ത് ചെയ്യാം, ആലീസിന് അത് ബോബിന് അയച്ചു കൊടുത്താൽ മതി. ബോബിന് എന്ത് ചെയ്യാം, ബോബിനെ അറിയുന്ന പബ്ലിക് കീ വെച്ചിട്ട് അത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ആലീസിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, ബോബിന് ഇതിൻ്റെ വാലിഡിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താനും പറ്റും. അതായത് ഈ കീ വാലിഡ് ആണ് എന്നുള്ളത്, ആലീസിൻ്റെ പബ്ലിക് കീ തന്നെ ആണ് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്താനൊക്കെ ഉള്ളൊരു മെത്തേഡാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബോബും ആലീസും തമ്മിൽ എന്ത് ചെയ്യുന്നത്, മെസ്സേജ് പാസ് ചെയ്യുന്ന എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ അടുത്തത് പറയുന്നത് X.509 സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് X.509 certificates എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് X.500 സീരീസ് ഓഫ് റെക്കമെൻഡേഷൻസ് ദാറ്റ് ഡിഫൈൻ എ ഡയറക്ടറി സർവീസ്. ഒരു ഡയറക്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന X.500 സീരീസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് X.509 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്ടറി എന്ന് പറയുന്നത് എന്താണ്, ഒരു സെർവറാണ്. സെർവറിൽ എന്തുണ്ട്, ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസിൽ എല്ലാ യൂസേഴ്സിൻ്റെയും ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ ഇൻഫർമേഷൻസിൽ യൂസർ നെയിം ഉണ്ട്, അതേപോലെ ആ യൂസറുടെ നെറ്റ്വർക്ക് അഡ്രസ്സ് ഉണ്ടാവും, അതേപോലെ മറ്റ് ആട്രിബ്യൂട്ടുകൾ, ആ യൂസറുടെ മറ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റാബേസിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ടറിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇൻഫർമേഷനിലുള്ള മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ, അതായത് ഈ യൂസർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് അഡ്രസ്സ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റാബേസിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ X.509 ഡിഫൈൻസ് എ ഫ്രെയിംവർക്ക് ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഒതൻറ്റിക്കേഷൻ സർവീസസ് ബൈ X.500 ഡയറക്ടറി ടു ഇറ്റ്സ് യൂസേഴ്സ്. അപ്പോൾ ഈ യൂസേഴ്സിൻ്റെ അതായത് ഈ ഡയറക്ടറിയിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒതൻറ്റിക്കേഷൻ സർവീസസ് ആണ് X.509 ഫ്രെയിംവർക്കിൽ മെയിനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നത് ദ ഡയറക്ടറി മേ സെർവ് ആസ് എ റെപ്പോസിറ്ററി ഓഫ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഈ ഡയറക്ടറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അതായത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കലവറയായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സർട്ടിഫിക്കറ്റിനും എന്തുണ്ട്, യൂസറുടെ പബ്ലിക് കീ ഉണ്ട്, അതേപോലെ അതിൻ്റെ യൂസർ ID ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈച്ച് സർട്ടിഫിക്കറ്റ് കണ്ടെയ്ൻസ് ദ പബ്ലിക് കീ ഓഫ് എ യൂസർ
ആൻഡ് ഈ സൈൻഡ് വിത്ത് ദ പ്രൈവറ്റ് കീ ഓഫ് എ ട്രസ്റ്റഡ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിലും എന്തുണ്ട്, യൂസറുടെ പബ്ലിക് കീ ഉണ്ട്, യൂസർ ID ഉണ്ടാവും, പുറമെ അത് സൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്, ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് സൈൻ ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മൾ നേരത്തെ നമ്മളെ ആ ഒരു ഡയഗ്രത്തിൽ കാണിച്ചു. പിന്നെ അതിൻ്റെ കൂടാതെ തന്നെ X.509 ഡിഫൈൻസ് ആൾട്ടർനേറ്റീവ് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾസ് ബേസ്ഡ് ഓൺ ദി യൂസ് ഓഫ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ X.509 വരുന്ന കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളാണ് എന്ത്, ഇതിൽ കുറച്ച് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സിൽ X.509 ഭാഗമായിട്ട് കുറച്ച് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. X.509 is an important standard certificate structure and authentication protocols. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് സ്ട്രക്ചറാണ് X.509. പിന്നെ അതിലെന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾസും ഉണ്ട്. അപ്പോൾ X.509 സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഈസ് യൂസ്ഡ് ഇൻ SBY-MIME നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, IP സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ SSL/TLS നമ്മൾ അടുത്ത മൊഡ്യൂൾ അതാണ്, സെക്യൂർ ഷെല്ല്, അതേപോലെ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വന്നത് ഇനീഷ്യലി ഇഷ്യൂ ചെയ്തത് 1988 അതിൻ്റെ റിവൈസ്ഡ് വേർഷൻ പിന്നെ 1993 വന്നു. പിന്നെ ശേഷം ഒരു തേർഡ് വേർഷൻ വീണ്ടും ഇഷ്യൂ ചെയ്തത് 1995 വീണ്ടും വന്നു ഏത്, റിവൈസ്ഡ് വേർഷൻ 2000. അപ്പോൾ അതിൻ്റെ ഒരു ഇവോൾവ്മെൻ്റ് ആണ് പറയുന്നത് 1988, 1993, 1995 പിന്നെ 2000. പിന്നെ X.509 ബേസ് ചെയ്തിട്ടുള്ളത് എന്താണ്, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആണ് ഇത് ബേസ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നതാണ് നമുക്കറിയാം, അതിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് നോക്കുക. ദ ഹാർട്ട് ഓഫ് ദ X.509 സ്കീം ഈസ് ദ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് യൂസർ. അപ്പോൾ X.509 മെയിൻ സ്കീം എന്ന് പറയുന്നത് എന്താണ്, ഓരോ യൂസർക്കും ഒരു പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നതാണ്. ദീസ് യൂസർ സർട്ടിഫിക്കറ്റ്സ് ആർ അസ്യൂംഡ് ടു ബി ക്രിയേറ്റഡ് ബൈ സം ട്രസ്റ്റഡ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ സർട്ടിഫിക്കറ്റും എന്താണ്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റഡ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്നതാണ് നമ്മൾ അസംഷൻ. അങ്ങനെ തന്നെയാണ് വേണ്ടതും. ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ ഡയറക്ടറി ബൈ ദ CA ഓർ ദ യൂസർ. പിന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ടറിയിലേക്ക് പ്ലേസ് ചെയ്തത് ആരാണ്, ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആണ്, അല്ലെങ്കിൽ ആ യൂസർ തന്നെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ ഡയറക്ടറിയിലേക്ക് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഡയറക്ടറി സെർവർ അല്ല ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ക്രിയേഷൻ, പബ്ലിക് കീസിൻ്റെ ക്രിയേഷന് റെസ്പോൺസിബിൾ ആവുന്നതും അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ്റെ ഫംഗ്ഷന് റെസ്പോൺസിബിൾ ആവുന്നതൊന്നും ആരല്ല, ഈ ഒരു ഡയറക്ടറി അല്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ഈ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഫങ്ഷൻസും എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ്. ഡയറക്ടറിക്ക് അവിടെ അത് സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു ഫങ്ഷനാലിറ്റിയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് മിയർലി പ്രൊവൈഡ്സ് ആൻ ഈസിലി ആക്സസിബിൾ ലൊക്കേഷൻ ഫോർ യൂസേഴ്സ് ടു ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ്സ്. അതാണ്, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റിന് കറക്റ്റായിട്ട് യൂസേഴ്സിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാം എന്നുള്ള ഒരു സർവീസാണ് ആര് കൊടുക്കുന്നത്, ഈ ഡയറക്ടറി കൊടുക്കുന്നത്. അപ്പോൾ ഡയഗ്രാം നോക്കുക. ഡയഗ്രത്തിൽ എന്തൊക്കെ വന്നിട്ടുള്ളത്, ജനറേറ്റ് ഹാഷ് കോഡ് ഓഫ് അൺസൈൻഡ് സർട്ടിഫിക്കറ്റ്, പബ്ലിക് കീ സർട്ടിഫിക്കറ്റിൻ്റെ യൂസാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, സൈൻഡ് സർട്ടിഫിക്കറ്റും ഉണ്ട്, അതേപോലെ ഫസ്റ്റ് നമ്മൾ ഹാഷ് കോഡ് അൺസൈൻഡ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ എൻക്രിപ്ഷൻ ഹാഷ് കോഡിൽ നടത്തുന്നത് കാണിക്കുന്നുണ്ട്, പിന്നെ ഡീക്രിപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ജനറേറ്റ് ഹാഷ് കോഡ് ഓഫ് അൺസൈൻഡ് സർട്ടിഫിക്കറ്റ്. ആദ്യം നമ്മൾ ഹാഷ് കോഡിൻ്റെ അൺസൈൻഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യുക. ഫസ്റ്റ് അൺസൈൻഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഹാഷ് കോഡ് എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്തത് നേരെ പോയിട്ട് എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ഹാഷ് കോഡ് വിത്ത് CA's പബ്ലിക് കീ ഫോം സിഗ്നേച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്രാം. അപ്പോൾ ഈ ഹാഷ് കോഡിലേക്ക് CAൻ്റെ പ്രൈവറ്റ് കീയും കൂടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു സിഗ്നേച്ചർ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ എന്തായി, അത് സൈൻഡ് സർട്ടിഫിക്കറ്റായി. സൈൻഡ് സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്, CAൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്, അതായത് ഈ സർട്ടിഫിക്കേഷൻ അതോറിറ്റിൻ്റെ ഇൻഫർമേഷന്, ബോബിൻ്റെ പബ്ലിക് കീ ഉണ്ട്, ബോബിൻ്റെ ഇൻഫർമേഷൻ ID ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞൂലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതിൽ വന്നു, സൈൻഡ് സർട്ടിഫിക്കറ്റിൽ വന്നു.
അപ്പോൾ പിന്നീട് അതെന്ത് ചെയ്യണം, ഡീക്രിപ്റ്റ് ചെയ്യും. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഡീക്രിപ്റ്റ് സിഗ്നേച്ചർ വിത്ത് സിയേഴ്സ് പബ്ലിക് കീ ടു റെക്കോർഡ് ഹാഷ് കോഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്, CAൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് ആ ഡീക്രിപ്ഷൻ നടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാം, പിന്നെ പറയുന്നത് വെച്ചാൽ ആ ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാഷ് കോഡിന് എന്ത് ചെയ്യാം, മാറ്റിക്കഴിഞ്ഞാൽ റെസിപ്പിയൻറ്റിന് വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഹാഷ് കോഡും ഇങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഹാഷ് കോഡും മാച്ച് ചെയ്താൽ സെയിം ആണോ എന്ന് നോക്കാം എന്ന് നമ്മളെ തോന്നുന്നു നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലാണ് ഹാഷ് കോഡ് പറഞ്ഞത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറ്റും റെസിപ്പിയൻറ്റിന്. ഹാഷ് കോഡ് രണ്ട് വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ നിന്ന് നേരെ കിട്ടുന്നതും അതേപോലെ ഇങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഹാഷ് കോഡും രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഓക്കെ ആണോ എന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കാം. അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്, പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് യൂസറിൽ വരുന്നത്. അപ്പോൾ അടുത്ത് നോക്കുക, അടുത്ത് താഴെ കാണിച്ചിട്ടുള്ളത് നമ്മൾ X.509 സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. വേർഷൻ വരും, ഏത് വേർഷനാണ്, സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ, അൽഗോരിതം പാരാമീറ്റേഴ്സ്, ഇഷ്യൂവർ നെയിം, നോട്ട് ബിഫോർ നോട്ട് ആഫ്റ്റർ, അതായത് വാലിഡിറ്റി പീരീഡിൻ്റെ മുന്നേ ആണോ അല്ല വാലിഡിറ്റി പീരീഡിൻ്റെ ശേഷമാണോ എന്നുള്ളത്, സബ്ജക്റ്റ് നെയിം, അൽഗോരിതം ഏതാണ് യൂസ് ചെയ്തത്, പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, കീ എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, ഇഷ്യൂവർ യൂണിക് ഐഡൻറ്റിഫയർ, സബ്ജക്റ്റ് യൂണിക് ഐഡൻറ്റിഫയർ, എക്സ്റ്റൻഷൻസ്, അൽഗോരിതംസ്, പാരാമീറ്റേഴ്സ്, എൻക്രിപ്റ്റഡ് ഹാഷ്, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമുക്ക് അടുത്ത ഇതിൽ പറയുന്നുണ്ട്, ഓരോന്നും എന്താണ് കാണിക്കുന്നത് എന്ന്. നമുക്ക് ജനറൽ ഫോർമാറ്റാണ് സർട്ടിഫിക്കറ്റിൻ്റെ, നമ്മൾ ഡയഗ്രത്തിൽ കണ്ടത്. അപ്പോൾ ആദ്യം വേർഷൻ ആണല്ലേ. വേർഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ്സ് എമംഗ് സക്സസീവ് വേർഷൻസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്. സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിൻ്റെ ഓരോ വേർഷൻസിനും എന്ത് ചെയ്യും അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഡിഫോൾട്ട് വേർഷൻ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. If the issuer unique identifier or subject unique identifier are present, the value must be 2. അപ്പോൾ ഇഷ്യൂവർ യൂണീക്ക് ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ സബ്ജക്റ്റ് യൂണീക്ക് ഐഡൻറ്റിഫയർ ആ ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, 2 ആയിരിക്കണം എന്നാണ്. അത് നോക്കുക, അതിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. താഴെ പറയുന്നുണ്ട് സബ്ജക്റ്റ് യൂണീക്ക് ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ഇഷ്യൂവർ യൂണീക്ക് ഐഡൻറ്റിഫയർ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പാരാമീറ്റർ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വാല്യൂ എന്താണ്, മസ്റ്റ് ബി വേർഷൻ 2 ആയിരിക്കണം. ഇഫ് 1 or more extensions are present, the version must be 3. അപ്പോൾ ഇതിലേറെ എക്സ്റ്റൻഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, വേർഷൻ 3 ആയിരിക്കണം. ഡിഫോൾട്ട് 1 ആണ്. ഈ പറഞ്ഞ 2 എക്സ്റ്റൻഷൻസ് ഉണ്ടെങ്കിൽ വേർഷൻ 2 ആയിരിക്കണം അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിലേറെ എക്സ്റ്റൻഷൻസ് ഉണ്ടെങ്കിൽ അത് വേർഷൻ 3 ആയിട്ടായിരിക്കണം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ സീരിയൽ നമ്പർ ആൻഡ് ഇൻറ്റിജർ വാല്യൂ യുണീക്ക് വിത്തിൻ ദ ഇഷ്യൂയിങ് CA. ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അതെന്താണ്, സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ ഒരു യുണീക്ക് ഇഷ്യൂയിങ് ഇൻറ്റിജർ വാല്യൂ ആണ്. അതായത് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു യുണീക്ക് നമ്പർ. പിന്നെ നമുക്കറിയാം സീരിയൽ നമ്പറിൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ ഒരു സീരിയൽ നമ്പർ. പിന്നെ സിഗ്നേച്ചർ അൽഗോരിതം ഐഡൻറ്റിഫയർ ആണ് അടുത്തത്. അൽഗോരിതം യൂസ്ഡ് ടു സൈൻ ദ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത അൽഗോരിതത്തിനെയാണ് അതിന് ഇവിടെ കാണിക്കുന്നത്. ടുഗദർ വിത്ത് എനി അസോസിയേറ്റഡ് പാരാമീറ്റേഴ്സ്, അതിൻ്റെ കൂടെ വരുന്ന എല്ലാ പാരാമീറ്റേഴ്സും കൂടെ അവിടെ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഇതിൽ വരുന്നത് സിഗ്നേച്ചർ അൽഗോരിതം ഐഡൻറ്റിഫയറിൽ. പിന്നെ ഇഷ്യൂയർ നെയിം എന്ന് പറഞ്ഞാൽ X.500 നെയിം ഓഫ് ദ CA ദാറ്റ് ക്രിയേറ്റഡ് ആൻഡ് സൈൻഡ് ദിസ് ക്രിയേറ്റഡ്. ആരാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്, ആരാണ് ഇത് സൈൻ ചെയ്തത് എന്നതാണ് ഇഷ്യൂവർ നെയിമിൽ വരിക. പിന്നെ പീരിയഡ് ഓഫ് വാലിഡിറ്റിയിൽ 2 ഡേറ്റുകൾ വരുന്നുണ്ട്, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഓൺ വിച്ച് ദ സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ്. ഈ സർട്ടിഫിക്കറ്റ് ആദ്യം വാലിഡ് ആയ ഡേറ്റും പിന്നെ ലാസ്റ്റ് എന്നാണ് അത് വാലിഡ് ആവുന്നത് ആ ഡേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 2 ഡേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കണം. പിന്നെ ഇതൊക്കെ സർട്ടിഫിക്കറ്റിൽ വരുന്നതാണ് കേട്ടോ, അതിൻ്റെ ഫോർമാറ്റാണ് ഈ പറയുന്നത്. പിന്നെ സബ്ജക്റ്റ് നെയിം, ദ നെയിം ഓഫ് ദ യൂസർ ടു ഹും ദി സർട്ടിഫിക്കറ്റ് റെഫേഴ്സ്. ഈ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് അവിടെ യൂസറുടെ പേര് കൊടുക്കുക, അതാണ് സബ്ജക്റ്റ് നെയിം. പിന്നെ സബ്ജക്ട്സ് പബ്ലിക് കീ ഇൻഫർമേഷൻ, പബ്ലിക് കീ ഓഫ് ദ സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞാൽ ആരാണ്, നമ്മളെ യൂസർ. അപ്പോൾ യൂസറുടെ പബ്ലിക് കീ ഇൻഫർമേഷൻസ് അവിടെ എന്ത് കൊടുക്കാം, ഈ പബ്ലിക് കീ ഇൻഫർമേഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇഷ്യൂവർ യൂണീക്ക് ഐഡൻറ്റിഫയർ ആൻഡ് ഓപ്ഷണൽ ബിറ്റ് സ്ട്രിംഗ് ഫീൽഡ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ
uniquely the issuing CA in the event the X.500 name has been reused for different entities. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷണൽ ഫീൽഡാണ്, നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ വേർഷൻ 2 എന്ന് കൊടുക്കണം എന്ന് പറഞ്ഞത്. എക്സ്റ്റൻഷൻസ് ആണ്, നിർബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊരു ഓപ്ഷണൽ ഫീൽഡാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ബിറ്റാണ്, ബിറ്റ് സ്ട്രിങ് ഫീൽഡാണ്. അവിടെ നമുക്ക് ബിറ്റ് പ്രൊവൈഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡൻറ്റിഫൈ യുണീക്ക്ലി ദ ഇഷ്യൂയിങ് CA. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ അതോറിറ്റിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, ഓപ്ഷണലി ബിറ്റ് സ്ട്രിങ് കൊടുക്കാം എന്നതാണ് പറയുന്നത്. പിന്നെ സബ്ജക്റ്റ് യൂണീക്ക് ഐഡൻറ്റിഫയർ വീണ്ടും എന്താണ്, ഓപ്ഷണൽ ഫീൽഡാണ്. ബിറ്റ് സ്ട്രിങ് ഫീൽഡ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ യുണീക്ക്ലി ദ സബ്ജക്റ്റ് ഇൻ ദ ഇവൻറ്റ് ദ X.500 നെയിം ഹാസ് ബീൻ റിയൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതും എന്താണ്, ഒരു ഓപ്ഷണൽ ബിറ്റ് സ്ട്രിങ് ഫീൽഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യുണീക്കലി ടു ഐഡൻറ്റിഫൈ യുണീക്കലി ദ സബ്ജക്റ്റ് ഇൻ ദ ഇവൻറ്റ്. ഈ ഇവൻറ്റിലുള്ള സബ്ജക്റ്റിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സബ്ജക്റ്റ് മീൻസ് യൂസർ, അതായത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സബ്ജക്റ്റ് യുണീക്ക് ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നത്. ആ ഒരു ബിറ്റായിട്ട് എന്ത് ചെയ്യാണ്, റെപ്രസെൻറ്റ് ചെയ്യാണ് അവിടെ. പിന്നെ എക്സ്റ്റൻഷൻസ്, എ സെറ്റ് ഓഫ് 1 or more extension fields. എക്സ്റ്റൻഷൻസ് were added in version 3. അപ്പോൾ ഇതേപോലത്തെ എക്സ്റ്റൻഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും, വേർഷൻ 3 ആയിട്ട് മാറും. പിന്നെ സിഗ്നേച്ചർ കവേഴ്സ് ഓൾ ഓഫ് ദ അതർ ഫീൽഡ്സ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ്. കവേഴ്സ് ഓൾ ഓഫ് ദ അതർ ഫീൽഡ്സ് ഓഫ് ദ സർട്ടിഫിക്കറ്റിൻ്റെ മറ്റെല്ലാ ഫീൽഡിനെയും കവർ ചെയ്തുകൊണ്ട് എന്താണ്, സിഗ്നേച്ചർ എന്നുള്ള ഫീൽഡ് വരും. അവിടെ എന്താ വരിക, ദ ഹാഷ് കോഡ് ഓഫ് ദ അതർ ഫീൽഡ്സ് എൻക്രിപ്റ്റഡ് വിത്ത് ദ CA's പ്രൈവറ്റ് കീ. CAൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത ഹാഷ് കോഡ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഫീൽഡ് ഇൻക്ലൂഡ്സ് ദ സിഗ്നേച്ചർ അൽഗോരിതം ഐഡൻറ്റിഫയർ. സിഗ്നേച്ചർ അൽഗോരിതം ഐഡൻറ്റിഫയറും എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും പിന്നെ വരുന്നതാണ് നോക്കാം, താഴെ നോക്കാം. ദ സ്റ്റാൻഡേർഡ് യൂസസ് ദ ഫോളോയിങ് നൊട്ടേഷൻ ടു ഡിഫൈൻ എ സർട്ടിഫിക്കറ്റ്. ഒരു സർട്ടിഫിക്കറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് താഴെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് താഴെ കൊടുക്കുന്നുണ്ട്. YX എന്ന് പറയുന്നത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് യൂസർ X ആണ്, ഇഷ്യൂഡ് ബൈ സർട്ടിഫിക്കേഷൻ അതോറിറ്റി Y. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ Y(i) എന്ന് പറയുന്നത് ദ സൈനിങ് ഓഫ് I by Y. Y സൈൻ ചെയ്യുന്നതിനെയാണ് ഈ ഒരു കേളി ബ്രേസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. V എന്ന് പറയുന്നത് വേർഷൻ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. SN എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. AI ഐഡൻറ്റിഫയർ ഓഫ് ദ അൽഗോരിതം. CA സർട്ടിഫിക്കറ്റ് അതോറിറ്റിനെ പറയുന്നു. UCA ഓപ്ഷണൽ യൂണീക്ക് ഐഡൻറ്റിഫയർ ഓഫ് എ CA. പിന്നെ A എന്ന് പറയുന്നത് നെയിം ഓഫ് യൂസർ. ഓപ്ഷണൽ യൂണീക്ക് UA എന്ന് പറയുന്നത് ഓപ്ഷണൽ യൂണീക്ക് ഐഡൻറ്റിഫയർ ഓഫ് യൂസർ എ. യൂസർ എൻ്റെ യൂണീക്ക് ഐഡൻറ്റിഫയർ കാണിക്കുന്നതാണ് UA. പിന്നെ AP പബ്ലിക് കീ ഓഫ് യൂസർ എ. യൂസർ എയുടെ പബ്ലിക് കീനെ കാണിക്കുന്നത് AP ആണ്. T⁻A പീരിയഡ് ഓഫ് വാലിഡിറ്റി ഓഫ് ദ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ പീരിയഡ് വാലിഡിറ്റി കാണിക്കുന്നതാണ് TA. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റിന് എന്ത് ചെയ്യുന്നത്, നോട്ടേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ X.50 സർട്ടിഫിക്കറ്റ്സിൽ വരുന്നത്.